സല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ ഖബർ സിയാറത്ത് അവിടുന്ന് കൽപ്പിച്ച കാര്യമാണ്. അവിടുന്ന് പറഞ്ഞു സൂറുൽ ഖുബൂർ ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത്ത്. നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുക, അത് നിങ്ങളെ മരണത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതാണ്. മറ്റൊരു ഹദീസിൽ അവിടുന്ന് പറഞ്ഞു ഫഇന്നഹാ തുദക്കിറുകും അൽ ആഖിറ, നിങ്ങളെ പരലോകത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതാണ്. ചില ഹദീസിൽ അവിടുന്ന് പറഞ്ഞു ഫഇന്നഹാ തരിഖുൽ ഖൽബ, അത് ഹൃദയം ലോലമാക്കുന്നതാണ്. വതുദ്മിഉൽ ഐന, കണ്ണുകളെ ഈർണനീക്കുന്നതാണ്. സഹോദരങ്ങളെ, സിയാറത്ത് ബിദ്ഇയായ സിയാറത്തുണ്ട്, എന്നാൽ സുന്നിയായ സിയാറത്തുണ്ട്, സുന്നത്തായ സിയാറത്ത്. സുന്നത്തായ സിയാറത്ത് നമ്മൾ ചെയ്യേണ്ടതാണ്. ആളുകൾ ചെയ്യാതെ പോകുന്ന കാര്യങ്ങളൊന്നാണ് ഖബറുകൾ സിയാറത്ത് ചെയ്യണം. എങ്ങനെ സിയാറത്തിന് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ഖബറിന്റെ അടുത്ത് പോയി നിൽക്കുക, മരിച്ച ആളെ പ്രത്യേകിച്ച് നിനക്ക് പരിചയമുള്ള ആളാണെങ്കിൽ നീ ചിന്തിച്ചു നോക്കുക, അയാൾ നിന്നെപ്പോലെ നടന്നിരുന്ന മനുഷ്യനാണ്. അയാളിപ്പോൾ ഖബറിലെത്തിയ ആളുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കൂ. നീ ആ ഇരുട്ടിലാണ് അയാൾ കിടക്കുന്നത്, അവിടെ അയാൾക്ക് പ്രകാശം നൽകുന്ന അയാളുടെ പ്രവർത്തനങ്ങൾ മതി. അവിടെ പോയി ചിന്തിച്ച് ആലോചിച്ച് നോക്കുന്നതിൻ്റെ അവസ്ഥ എന്താണ്? ഇന്നുവരെ കാണാത്ത മനുഷ്യന്മാരൊക്കെ ചിലപ്പോൾ അയാൾ ചുറ്റുവട്ടത്ത് ഇരിക്കുന്നത് അപ്പുറത്തുപുറത്തുള്ള ഖബറിലൊക്കെ. ബർസഖിലെ ജീവിതത്തിലാണ് അയാളുള്ളത്. അയാൾക്ക് അയാളുടെ അമലുകൾ മാത്രമേ കൂട്ടുള്ളൂ. എന്തെങ്കിലും സമ്പത്ത് അയാൾ കൊണ്ടുപോയോ, അയാൾ സമ്പന്നനാണ് എന്നത് അയാൾക്ക് വല്ല ഉപകാരം ചെയ്തോ, അയാളുടെ ഖബറിന് എന്തെങ്കിലും അലങ്കാരങ്ങൾ ലഭിച്ചോ, ഒന്നും ഉണ്ടായില്ല. അയാൾ മരിച്ചു, അയാൾ അവിടെ കൊണ്ടുപോയി. നീയും അതേപോലെ തന്നെ അവിടെ എത്താനുള്ളതാണ്. ഇത് ചിന്തിക്കാൻ വേണ്ടി നീ സിയാറത്ത് ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഹൃദയങ്ങൾ സഹോദരങ്ങളെ കഠിനമായി തോന്നുന്നുണ്ടോ, എന്തു അത് കേട്ടിട്ട് നന്നാവുന്നില്ല എന്ന് തോന്നുന്നു, ഖബറിൻ്റെ അടുത്ത് പോയാൽ. ഖബർ നിനക്ക് നല്ല വാഇദാണ്, നല്ല പ്രാസംഗികനാണ്. ഖബറിനോളം വഅദ് നൽകാൻ കഴിയുന്ന ഒരാളില്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ കഫാ ബിൽ മൗതി വാഇദാൻ, നിനക്കുള്ള ഉപദേശകനായി മരണം മതിയായതാണ്, വേറെ ആരും ഉപദേശിക്കാൻ വേണ്ട. മരണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞത്, നിങ്ങളിൽ ഏറ്റവും ബുദ്ധിമാൻ അക്സറുക്കും ലിൽ മൗതി ദിക്റ, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നവനാണ് നിങ്ങൾ ഏറ്റവും നല്ല ബുദ്ധിമാൻ. അതുകൊണ്ടാണ് സൂറത്തുൽ മുൽക്കിലെ ആയത്ത് ചില പണ്ഡിതന്മാർ വിശദീകരിച്ചു. രണ്ടാമത്തെ ആയത്ത് എന്താ സൂറത്തുൽ മുൽക്കിൽ? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, മരണത്തെയും ജീവിതത്തെയും അള്ളാഹു പടച്ചത് നിങ്ങൾ ഏറ്റവും നന്നായി ജീവിക്കുന്നവൻ ആരാണ്, ഏറ്റവും നല്ല പ്രവർത്തനം ചെയ്യുന്നവൻ ആരാണെന്ന് അറിയാൻ വേണ്ടിയാണ്. മുഫസ്സിരീങ്ങളിൽ ചിലർ ആയത്തിന് വിശദീകരിച്ചപ്പോൾ അവർ പറഞ്ഞു ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല എന്ന് പറഞ്ഞതിന്റെ വിശദീകരണം ലിയബ്ലുവക്കും അയ്യുക്കും അക്സറു ലിയബ്ലുവ അയ്യുക്കും അക്സറു ലിൽ മൗതി ദിക്റ, നിങ്ങളിൽ ആരാണ് മരണത്തെക്കുറിച്ച് ഏറ്റവും നന്നായി ഓർക്കുന്നത് എന്നറിയാൻ വേണ്ടിയാണ്. നിങ്ങൾ നോക്കൂ, ദുനിയാവിന്റെ അഹലുകാർ ഏറ്റവും കൂടുതൽ ഓർക്കാത്ത കാര്യം മരണമായിരിക്കും. അത് പറഞ്ഞു തുടങ്ങിയാൽ തന്നെ അവർ പറയല്ലേ. എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അക്സിറു മിൻ ദിക്രി ഹാദിമിൽ ലദ്ദാത്ത്, എല്ലാ സുഖാനുഗ്രഹങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ചുള്ള ചിന്ത നിങ്ങൾ അധികരിപ്പിക്കുക. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് അതിന്റെ അവസ്ഥ? ആ ഹദീസിന്റെ അർത്ഥം എന്താണ്? മരണം എങ്ങനെയാണ് ആസ്വാദനങ്ങളെ മുറിച്ചു കളയുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. വലിയ ആഘോഷത്തിൽ തിമിർത്താടിക്കൊണ്ടിരിക്കുന്ന ഒരു സദസ്സിനെ നിങ്ങൾ സങ്കല്പിക്കുക. ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ഇടയിലേക്ക് മരണമൊന്ന് കയറി വന്നാൽ അവൻ്റെ ആഘോഷമൊക്കെ പോയി, ഒരു സന്തോഷമില്ല, പടക്കങ്ങളും ഉത്സവങ്ങളും ഒക്കെ അവസാനിച്ചു. അതിനിടെ മരണം ഒന്ന് കയറി വന്നിട്ടുള്ളൂ. ഒരുത്തരെ പിടിച്ചുകൊണ്ടതോടുകൂടി എല്ലാവരുടെയും സന്തോഷങ്ങൾ അതോടുകൂടി അവസാനിച്ചു. അതുകൊണ്ടാണ് നീ വലിയ ആസ്വാദനത്തിലാണ്. മരണം നിന്റെ അടുത്തേക്ക് വരേണ്ടതില്ല. നീ അതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ചിരിയൊക്കെ പോയി, എല്ലാ ചിരിയും അവസാനിച്ചു. നിന്റെ ഏറ്റവും അടുത്തുള്ളവർ മരിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ഏത് ആസ്വാദനങ്ങൾക്കാണ്, ഏത് സന്തോഷങ്ങൾക്കാണ് നിന്നെ മതിമറക്കാൻ വിടുന്നത്? മരണം എല്ലാ ആഘോഷങ്ങളെയും കടിഞ്ഞാണിട്ട് പിടിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖബർ കണ്ടാൽ അദ്ദേഹം കരയുമായിരുന്നു, ധാരാളം കരയുമായിരുന്നു എന്നാണ്. സഹോദരങ്ങളെ, ഖബറുകൾ സന്ദർശിക്കുക. ഖബർ സിയാറത്ത് എന്നത് ഇതിൻ്റെ കാര്യത്തിൽ അതിര് കവിഞ്ഞ ആളുകൾ ഉള്ളതുപോലെ അതിൽ തീരെ അലസത കാണിക്കുന്ന ആളുകളുമുണ്ട്. നമ്മൾ പലരും ഖബർ സന്ദർശിച്ചിട്ട് എത്രയായി നമ്മൾ ഈ പലരും ഖബർ സന്ദർശിച്ചു. ഒറ്റയ്ക്ക് ഖബറിൻ്റെ അടുത്ത് പോയിരുന്ന് നോക്കൂ. അത് ഉണ്ടാക്കുന്ന മാറ്റം വളരെ വലുതായിരിക്കും, ചെറിയ മാറ്റമല്ല. ഖബറിൻ്റെ അടുത്ത് പോയിരിക്കുക എന്നുള്ളത് വലിയ മാറ്റമാണ്. ഒറ്റയ്ക്ക് പോയിരിക്കുക. സുബ്ഹാനല്ലാഹ്, ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് മനുഷ്യൻ്റെ മനസ്സ് കടുത്തിട്ട് അവസാനം ഖബറുകൾ വരെ അവൻ്റെ ചിരി മായ്ച്ചു കളയുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, ചിലപ്പോൾ ആളുകൾ ഖബറടക്കുന്ന സ്ഥലങ്ങളിൽ വരെ നിന്ന് തമാശ പറയാം. എത്ര സ്ഥലങ്ങളിലാണ് ഇത് കാണേണ്ടി വരുന്നതെന്ന് അറിയാം. ഖബറടക്കാൻ പോയാൽ ആളുകൾ ഇത് തമാശ പറയുകയാണ്, ചിരിക്കുകയാണ്. എന്തിനു പോലെ ഈ ചിരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുത്തെ ഹദീസിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ? അവിടുന്ന് ഒരിക്കൽ സഹാബിയെ മറമാടി കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവിടുന്ന് ഭൂമിയിലേക്ക് നോക്കി, താഴോട്ട് നോക്കി തല താഴ്ത്തിയിരിക്കുന്നു. സഹാബികൾ പറയുന്നത് അവിടുന്ന് കരഞ്ഞു തുടങ്ങി. അവിടുന്ന് അവിടുത്തെ താടിരോമങ്ങൾ കുതിർന്നു, അവിടുത്തെ താഴെയുള്ള മണ്ണ് നനഞ്ഞു, അത്രമാത്രം അവിടുന്ന് കരഞ്ഞു. എന്നിട്ട് അവിടുന്ന് തല ഉയർത്തിക്കൊണ്ട് സഹാബികളോട് പറഞ്ഞു തഅവ്വദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, തഅവ്വദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, നിങ്ങൾ ഖബർ ശിക്ഷയിൽ നിന്ന് അള്ളാഹു രക്ഷ ചോദിക്കുക, നിങ്ങൾ ഖബർ ശിക്ഷയിൽ നിന്ന് അള്ളാഹു രക്ഷ ചോദിക്കുക. 3 തവണ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഇന്ന് ആളുകൾ അവിടുന്ന് നബിയാണ്,
ഖബറിന്റെ അടുത്ത് വന്നിരുന്ന് കരയുന്നു. നീ എന്ത് കണ്ടിട്ടാണ് നീ ചിരിക്കുന്നത്? ഖബറിന്റെ അടുത്ത് വന്ന് നിനക്ക് ചിരിക്കാനുള്ള കോമഡി എന്താണ് അവിടെ ഉള്ളത്? ആളുകൾ ഖബർസ്ഥാനിന്റെ അരികിൽ വെച്ച് കാണിക്കുന്നത് മനുഷ്യരുടെ അവസ്ഥ എത്ര മോശമായിട്ടുണ്ട് എന്ന് ചിലപ്പോൾ ചില ആളുകളുടെ അവസ്ഥ എത്ര മോശമായിട്ടുണ്ട് എന്ന് നിന്നെ ബോധ്യപ്പെടുത്തുന്നതാണ്. ചില സന്ദർഭങ്ങൾ സുബ്ഹാനല്ലാഹ് ഏതെങ്കിലും വീട്ടിൽ മരണം നടന്നു വിചാരിക്കാം. ഞാൻ കാണാത്ത നിങ്ങൾ ചിലർ കണ്ടിട്ടുണ്ടായിരിക്കും. ഏതെങ്കിലും വീട്ടിൽ മരണം നടന്നു വിചാരിക്കും. മരിച്ച വീട്ടിലേക്ക് നിങ്ങൾ ആളെ ഖബറടക്കാനും നിങ്ങൾ എത്താൻ പറ്റിയില്ല, കുറച്ച് സമയം വൈകിട്ടാണ് എത്തിയത്. മരിച്ച വീട്ടിലേക്ക് കയറിച്ചത് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ കല്യാണമാണോ നടക്കുന്നത് അല്ല മരണം തന്നെയാണോ നടന്നത് എന്ന് നിങ്ങൾ അത്ഭുതപ്പെടും. കാരണം എല്ലാവരും ചിരിയിലാണ്. മരിച്ച വീട്ടിൽ ചെന്നാൽ, മരിച്ചവന്റെ വീട്ടിലെ കുടുംബക്കാരുടെ അടുത്ത് ചെന്നാൽ ചിലപ്പോൾ അവൻ നമ്മളെ സ്വീകരിക്കുന്നത് ചിരിച്ചുകൊണ്ടാണ്. വരി ചായ കുടിക്കണ്ടേ എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തഅസിയത്തിന്റെ വാക്ക് പറയുന്നത്. ഇവനോട് എങ്ങനെ തഅസിയത്ത് പറയുന്നത് നമ്മൾ അത്ഭുതപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മരിച്ച വീട്ടിലെ കുടുംബക്കാരുടെ അടുത്ത് ചെന്നാൽ എന്ത് പറയണം? ഇന്ന ലില്ലാഹി മാ അഖദ് വലഹു മാ അഅത വകുല്ലു ഷൈഇൻ ഇൻദല്ലാഹി ബിഅജലിൻ മുസമ്മ. അള്ളാഹു എടുത്തത് അവനുള്ളതാണ്, അള്ളാഹു നൽകിയതും അവൻ്റേത് തന്നെയാണ്. എല്ലാ കാര്യങ്ങളും ഒരു അവധി വരേക്ക് മാത്രമാണുള്ളത്. ഫൽതസ്ബിർ, നീ ക്ഷമിക്കുക. വൽതഹ്തസിബ്, അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിക്കുക. ഈ ചിരിച്ചു നിൽക്കുന്ന മനുഷ്യരോട് എന്ത് പറയാനാണ്? ആളുകൾ സുബ്ഹാനല്ലാഹ് മരണം മരിച്ച വീട്ടിലേക്ക് ചിലർ വരുന്നത് എന്തിനാ? വരുമ്പോൾ വരെ ആളുകളുടെ ചിന്ത എന്താ? പോയിട്ടില്ലെങ്കിൽ കുഴപ്പം, നമ്മളെ വീട്ടിൽ മരിച്ച ആൾ വന്ന് ഇന്നാൾ മരിച്ചപ്പോൾ വന്നിന്, ഞാൻ പോയിട്ടില്ലെങ്കിൽ എന്താ വിചാരിക്കുക? നീ എന്തിനാണ് മരിച്ചവനെ കാണാൻ പോകുന്നത്? ഇങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇപ്പോൾ? എന്താണ് ആളുകൾ? സുബ്ഹാനല്ലാഹ്, ജനങ്ങളെ, നിങ്ങൾ സഹോദരങ്ങളെ, ഞാൻ ആളുകൾ മോശമായി എന്നല്ല പറയും, ജനങ്ങൾ അൽഹംദുലില്ലാഹ് ഖൈറുണ്ട്. പക്ഷേ ഇത്തരം തിന്മകൾ ഗുരുതരമായ തിന്മകളാണ്, നമ്മൾ തിരുത്തണം. മരിച്ച അടുത്ത് പോയിട്ട് ചിരിക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞു തരേണ്ടതില്ല. നീ പോയി ചിന്തിക്കുക. നമുക്ക് കിടക്കുന്ന മനുഷ്യനെ കുറിച്ച് ആലോചിച്ച് നിന്റെ ചിരി ഇല്ലാതാവും. പക്ഷെ എങ്ങനെ ആളുകൾക്ക് പോയി കഴിഞ്ഞാൽ എന്താ നോട്ടം? ഓഫീസിൽ എത്താനുണ്ട്, മറ്റു കാര്യം എങ്ങനെ ഉണ്ട്, ഇങ്ങനെയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്.